ഈ തലയാർ ഇപ്പോൾ പറയാൻ കാരണം ഈ മുതുമൽപേട്ടിന് അടുത്താണ് ഈ തലയാർ. അവിടെയാണ് ഈ കാട്ടാനയായ പടയപ്പ കർണാടക സ്വദേശികളെ ആക്രമിച്ചത്. എന്തായാലും അവർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ആ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാകും. ഈ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ വെച്ചാണ് ഈ കാട്ടാന വാഹനങ്ങളെ ആക്രമിച്ചത്. നാട്ടുകാർ ബഹളം വെച്ചപ്പോഴാണ് ഈ പടയപ്പ ഒന്ന് പിൻവാങ്ങിയത്. നമുക്ക് ആദ്യം ഒന്ന് പേടിപ്പെടുത്തുന്ന ആ ദൃശ്യം ഒന്ന് കാണാം. അതൊക്കെ ചെല്ലുക അത്യാവശ്യം ഉണ്ടെന്ന് കരുതി. എൻ്റെ പടയപ്പ അതിനകത്ത് ആളുകൾ ഇരിക്കുന്നു എന്നുള്ള പോലും പടയപ്പയ്ക്ക് പോകാനില്ല. സാധാരണ ഈ പടയപ്പ ഇങ്ങനെ അക്രമകാരി ആകാത്തതാണ്. പടയപ്പയ്ക്ക് എന്തോ അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടാഞ്ഞാണോ അതിന് അവിടെ വല്ല ഭക്ഷണം വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ഒന്നുകൂടെ നോക്കുക, 4 വഴിക്കും ആളില്ലെന്ന് മനസ്സിലായപ്പോഴാണ് പടയപ്പ വേഗം എടുത്ത് വെള്ളം വിട്ടോ. രക്ഷപ്പെട്ടു. എന്തായാലും വളരെ സന്തോഷം. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാരണം ഇത് ചെറിയൊരു കാറായിരുന്നു, നിങ്ങൾക്കറിയാം. അത് കുലിക്കാനും അത് തകർക്കാനും പടയപ്പയ്ക്ക് ഒരു നിമിഷം വേണ്ട. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിന്ന്. രാഹുൽ, അക്ഷരാർത്ഥത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഭയത്തോടെ മാത്രമേ അത് കാണാൻ കഴിയുകയുള്ളൂ. ആ കാറിലിരുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളത് ഊഹിക്കാൻ കഴിയുന്നത് മാത്രമാണ്. എന്തായാലും ഇന്നലെ രാത്രിയിലാണ് ഈ തലയാർ എസ്റ്റേറ്റിനോട് ചേർന്ന് ഇത്തരത്തിൽ പടയപ്പ ഈ ദേശീയപാതയിൽ അന്തർ സംസ്ഥാന പാതയിൽ ഇറങ്ങിയതും ഈ കാറിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തത്. 4 പേരടങ്ങുന്ന കർണാടകയിൽ നിന്നുള്ളൊരു കുടുംബം സഞ്ചരിച്ച കാറിന് നേരെയാണ് പടയപ്പ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പടയപ്പയെ പറ്റി വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ പ്രശ്നമുണ്ടാക്കാതെ തേയിലത്തോട്ടങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ജനവാസ മേഖലയിലേക്ക് അത്ര അങ്ങോട്ട് കാര്യമായിട്ട് ഇറങ്ങാതെ ഒതുങ്ങി കഴിയുകയായിരുന്നു. പക്ഷെ ഇന്നലെ അത് വീണ്ടും പ്രധാനപ്പെട്ട റോഡിലേക്ക് ഇറങ്ങി. നിരന്തരം വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ്. അവിടെ വാഹനങ്ങൾ നിരനിരയായി കിടക്കുകയാണ്. അതിനിടയിലൂടെയാണ് തേയിലക്കാടിനുള്ളിലൂടെ ഈ പടയപ്പ ഇറങ്ങി വരുന്നത്. കഷ്ടകാലത്തിന് ഈ കർണാടക സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് ഈ പടയപ്പയുടെ മുൻപിൽ ആദ്യം പെട്ടത്. വാഹനം അവർ സൈഡിൽ ഒതുക്കി നിർത്തി പടയപ്പ കടന്നു പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഉടൻ തന്നെ പടയപ്പ ഈ കാറിനടുത്തേക്ക് ചെല്ലുകയും അതിന് ചുറ്റിയൊന്ന് നോക്കുകയും ചെയ്തതിനു ശേഷം തുമ്പിക്കൈ കൊണ്ട് ആ കാറിന് മുകളിൽ വെച്ചതിന് ശേഷം അമർത്തുകയായിരുന്നു. അതിനെ ആ കാറിന് വലിയ തരത്തിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പിൻഭാഗത്തെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കാരണം അവർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അപ്പോൾ തന്നെ ആ വാഹനം പെട്ടെന്ന് മുൻപോട്ടെടുത്ത് പോവുകയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഈ അപകടത്തിന്റെ തീവ്രത വർദ്ധിച്ചേനെ. പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വാഹനത്തിലെ ആളുകളും ബഹളമുണ്ടാക്കി ആ പടയപ്പയെ ഒരു വശത്തേക്ക് തുരത്തുകയായിരുന്നു, റോഡിൽ നിന്ന് മാറ്റുകയായിരുന്നു. ഇപ്പോഴും എന്തായാലും ജനവാസ മേഖലയിൽ തന്നെ ആ പടയപ്പ തുടരുന്നുണ്ട്. കാട്ടിലേക്ക് കയറിപ്പോയിട്ടില്ല. എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടലാണ് ഈ കർണാടക സ്വദേശികൾക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഭാഗ്യം, പടയപ്പയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. താങ്ക് യു രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.